നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ സമയം. വട്ടിയൂർക്കാവ് അറപ്പുര സരസ്വതി വിദ്യാലയത്തിൽ നിന്നും വെറും 200-300 മീറ്ററിനകത്ത് വരുന്ന ഒരു 6.25 സെന്റിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടി 5 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് കൂട്ടുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ അത് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഏകദേശം 2350 സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഏകദേശം കാർ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏതൊരു SUV ടൈപ്പ് വണ്ടി വേണമെങ്കിലും നമുക്ക് അകത്തേക്ക് കാർപോർട്സിലേക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ധാരാളം മുറ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ലൈഡ് റോഡും കൂടി ഇടുകയാണെങ്കിൽ 2, 3, 4 കാർ പാർക്ക് ചെയ്യാനുള്ള ആവശ്യം പോലെ സ്പേസ് ഉണ്ട്. മുറ്റത്തിന്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അതാ കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം കറിവേപ്പില അതൊക്കെ നടാനുള്ള ഒരു സ്പേസ് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 3-4 കാർ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. വീടിന്റെ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണെന്ന് ഞാൻ പറഞ്ഞു. ഡിസൈനിന്റെ കാര്യത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം പഴയകാല ബിൽഡ് ക്വാളിറ്റി, ബിൽഡിങ്ങിന്റെ ക്വാളിറ്റി, പഴയ മണ്ണ് ചുടുകലുമായിട്ടുള്ള വീടുകൾ ഒരുപാട് കസ്റ്റമർ അന്വേഷിച്ച് വരുന്നു. അപ്പോൾ അത്തരക്കാർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നല്ല കൺസ്ട്രക്ഷൻ പാറ്റേൺ നോക്കുന്നവർക്ക് ആ പഴയ ഒരു 10-15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിന് താഴെയുള്ള വെൽ മെയിൻറ്റെയിൻ ചെയ്ത വീടുകൾ ഒരുപാട് നമുക്ക് സെയിലായി പോകുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു വീടാണിത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള ഇതും ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഏകദേശം ഒരു ബ്ലാക്ക് ടെയിൽ പാറ്റേൺ കൊടുത്തുകൊണ്ട് ഒരു ബെഞ്ച് പോലെ രീതിയിലേക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെയാണ് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എൽ ഷേപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സെറ്റിയൊക്കെ ഇട്ടാൽ പോലും നമുക്ക് ടീപ്പോയൊക്കെ ഇടാനായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹോളിലേക്ക് കയറുമ്പോൾ തന്നെ എൽ ടൈപ്പ് ആയിട്ടാണ് നമ്മുടെ അതിൻ്റെ ഹോൾ ഏരിയ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ നമുക്ക് ലിവിങ് സ്പേസ് ആണെങ്കിൽ ഒരു സൈഡിലേക്ക് ഏകദേശം നമുക്ക് ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അത് നല്ല രീതിയിൽ മനോഹരമായ രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ളൊരു മോഡലാണെങ്കിൽ നല്ല ബിൽഡിംഗ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമുക്ക് കണ്ടില്ല നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ട്, തൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ തന്നെയാണ് ഏകദേശം ഡൈനിങ് ഏരിയ വന്ന് ഏകദേശം 6 പേർക്കോ 7 പേർക്കോ ഒക്കെ തന്നെ സുഖമായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതിൽ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലേക്കുള്ള നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതെല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അതും നല്ല അതിമനോഹരമായ രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മിറർ ഗ്ലാസ് കൊടുത്തു, ലൈറ്റ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും സ്റ്റോറേജ് സ്പേസുകളായാലും ധാരാളമായി സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമാണ്. ഈ 5 ബെഡ്റൂമുകളാണ് ഇതിനകത്ത് വരുന്നത്. 5 ബെഡ്റൂമും നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതാ കണ്ടില്ലേ, നല്ല വിശാലമായി നല്ല സ്പേഷ്യസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലേക്കുള്ള നല്ല വിശാലമായിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ സ്റ്റോറേജ് സ്പേസുള്ള കാര്യത്തിലായാലും നല്ല രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് തന്നെ എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം നല്ല തടിയിൽ കൊടുത്തിട്ടുള്ള ഡോറാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചനെ കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. നമുക്ക് ഇനിയും സ്റ്റോറേജ് സ്പേസ് കൂട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നമുക്കിത് കണ്ടില്ല, ഒരു ബ്ലാക്ക് പാറ്റേൺ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെയും സ്റ്റോറേജ് സ്പേസും ധാരാളം കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ കാര്യത്തിൽ സ്പേസിൻ്റെ കാര്യത്തിലും യാതൊരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ വർക്ക് ഏരിയയും അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള വർക്ക് ഏരിയ കണ്ടില്ല. നമുക്ക് ഈ സൈഡിലേക്കും ഒരു ചെറിയ രീതിയിലേക്കുള്ള വർക്ക് ഏരിയ, അതൊരു എൽ ഷേപ്പിലേക്ക് പോകുന്നുണ്ട്. അതും നമുക്ക് നോക്കുമ്പോൾ ഇത്രയും നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ എന്ന് ഞാൻ പറഞ്ഞാൽ യാതൊരുവിധ പ്രശ്നമില്ലെന്ന് കാണാം. ഏകദേശം 3 കിച്ചൺ പോലെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലേക്കുള്ള വൈഡ് ആയിട്ടുള്ള കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്നത് ഇതുവഴിയാണ്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് നമുക്ക് ഒരു പൂജാ റൂം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തുകൊണ്ട് നല്ല രീതിയിലുള്ള നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നല്ല മനോഹരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അതും സ്പേഷ്യസിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു ചെറിയ ഡ്രസ്സിംഗ് റൂം പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് കൂടിയിട്ടാണ് അതും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് 3 ബെഡ്റൂമുകളാണ് വരുന്നത്. 3 അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സ്റ്റെയറിലേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റെയറിൻ്റെ സൈഡിൽ ഹാൻഡിൽ കംപ്ലീറ്റും തടിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു സേഫ്റ്റി എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ ഈ മെഷ് എല്ലാം കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ടെയിൽ ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ബ്ലാക്കും ഒരു ഏകദേശം ഒരു ഐവറി കളറിൻ്റെ കൂടെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ 3 ബെഡ്റൂമുകളാണ് വന്നത് ഞാൻ പറഞ്ഞു. ഏകദേശം ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ താകട്ടില്ല, ഇവിടെ ഒരു ജിംനേഷ്യത്തിനും ഒരു ഹോം തിയേറ്ററുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസുകളാണ് എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. സ്പേഷ്യസിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. താങ്കളെ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള കാറ്റഗറി പെടുത്താൻ പറ്റുന്ന അതിവിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ ആണ് വരുന്നത്. നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സിംഗ് റൂമോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ധാരാളം സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള പോർഷൻ കൂടി കൊടുക്കുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുപോലെ റോഡിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നല്ല വിശാലമായിട്ടുള്ള റോഡാണ് കൊടുത്തിട്ടുള്ളത്. മഴ പെയ്ത് അല്പം നനഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ. ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു ഓപ്ഷനും സ്റ്റെയർ കേഴ്സും കൊടുത്തിട്ടുണ്ട്, ടെറസിലേക്ക് പോകാനുള്ള. മുകളിലത്തെ ഫ്ലോറിൽ കയറുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണ് നീ കണ്ടുപിടിക്കുന്നത്. അത് ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന തരത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞ കഴിഞ്ഞ രണ്ടാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്. കാരണം അത്രയും വലിപ്പമുണ്ട്, അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിലുള്ള കാര്യത്തിൽ യാതൊരു കോംപ്ലക്സ് ഡ്രസ്സിംഗ് റൂമിനായിട്ട് ഏകദേശം മിറർ കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ്. നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിന് ബാൽക്കണി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ബെഡ്റൂമുകളിൽ ബാൽക്കണി ഏരിയയോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഈവനിങ് ഒക്കെ ഇരിക്കാനൊക്കെ ഉള്ള നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഫീലിംഗ്സിലാക്കിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കർട്ടൻ ഇട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ പറയാം കംപ്ലീറ്റ് നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പം മരുതുംകുഴി വീട് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് നോക്കുന്നവർക്ക്, മഞ്ചാടിമൂഴി നോക്കുന്നവർക്ക്, PTP നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ വേട്ടമുക്കിൽ നോക്കുന്നവർക്ക്, അത്തരക്കാർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. 6.25 സെന്റിൽ സ്ഥലത്തായിട്ട് 2350 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം 5 ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഔട്ട് സൈഡിൽ നമുക്ക് ധാരാളം അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. 2 3 4 കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഏകദേശം 15 to 20 വർഷമാണ് ഇതിൻ്റെ പഴക്കം വരുന്നത്. വെൽ മെയിൻറ്റെയിൻ, സീറോ കോസ്റ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്ന നല്ലൊരു വാല്യുബിൾ പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് വരുന്നത്. ബാക്കിലേക്ക് നമുക്ക് അത്യാവശ്യമായ സ്ഥലം സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞാൻ പറഞ്ഞ ശാസ്തമംഗലം, വെള്ളയമ്പലം, കവടിയാർ എന്നൊക്കെ വെറും 10 മിനിറ്റ് താഴെയാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത്. സരസ്വതി വിദ്യാലയത്തിൽ നിന്ന് വെറും 2 മിനിറ്റ് താഴെയാണ് നമുക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം. റോഡിൻ്റെ ഒരു ആക്സസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2 വണ്ടി പാസ് ചെയ്ത് പോകുന്ന തരത്തിലേക്കുള്ള ഒരു വൈഡ് ആയിട്ടുള്ള റോഡ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തേക്കും പോകുമെന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 2 വണ്ടി പാസ് ചെയ്യാൻ പറ്റും. നല്ല വൈഡ് ആയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1,25,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം തീർച്ചയായും താഴേക്കാൾ നമ്പറിൽ വിളിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന വീഡിയോ കാണാൻ ശ്രമിക്കുക.